ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശൻ ആശുപത്രിയിൽ അങ്ങനെ കിടക്കുകയാണ്. പ്രകാശന് വേണ്ട എല്ലാ കാര്യങ്ങളും കല്യാണി ചെയ്തു കൊടുക്കുകയാണ്. കല്യാണി പറയുന്നുണ്ട്, അച്ഛൻ എന്തായാലും ഇനി ഒരിക്കലും കഷ്ടപ്പെടേണ്ടി വരില്ല. അച്ഛൻ ഇനി മകൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അച്ഛൻ്റെ ഈ സ്വഭാവം മാറാതിരുന്നാൽ മതി. മക്കളെ ഇതുപോലെ തന്നെ, പെൺമക്കളെ ഇതുപോലെ തന്നെ സ്നേഹിച്ചാൽ അച്ഛന് കൂട്ടായി എന്നും ഞാനുണ്ടാവും. എൻ്റെ സ്വത്തിലെ ഒരു ഭാഗം ഞാൻ അച്ഛനെ എഴുതി തരാൻ തയ്യാറാണെന്നൊക്കെ കല്യാണി പറയുന്നുണ്ട്. അപ്പം ആ സമയത്ത് പ്രകാശം പറയാണ്, മോളെ ഞാൻ നിനക്കായിട്ട് ഒന്നും തന്നിട്ടുമില്ല. ഞാൻ അധ്വാനിച്ചതിൽ ഒരു 10 പൈസ നിനക്ക് ഉപകാരപ്പെട്ടിട്ടുമില്ല. ആ സ്വത്തുക്കൾ, ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള സ്വത്തുക്കളൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കളാണ്. അതിൽ ഒരു തരി പോലും, ഒരു പങ്ക് പോലും എനിക്ക് തരാൻ അത് ഞാൻ അർഹനല്ല, ഞാനത് സമ്മതിക്കുകയുമില്ല എന്നിങ്ങനെ പ്രകാശൻ കല്യാണിയോട് പറയുകയാണ്. എന്തായാലും അവിടേക്ക് കിരൺ എത്തുകയാണ്. കിരൺ പ്രകാശനോട് പറയുന്നുണ്ട്, എങ്ങനെയുണ്ട് ഇപ്പോൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ, സുഖമായി മോനൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്. എന്തായാലും എനിക്ക് മരണത്തിലൊന്നും യാതൊരു പേടിയുമില്ല, മരിച്ചാൽ എനിക്കിപ്പോൾ കുഴപ്പമില്ല. പക്ഷേ എൻ്റെ അവസാന ആഗ്രഹം എന്ന് പറയുന്നത് ഈ കൊല്ലത്തെ ഓണത്തിന് എൻ്റെ പെൺമക്കൾ ഒത്തിച്ച് എല്ലാവരും ഒന്നിച്ച് എനിക്കൊരു ഉരുളച്ചോറ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് കഴിഞ്ഞിട്ട് ദൈവം എന്നെ വിളിച്ചോട്ടെ, എനിക്ക് യാതൊരു വിഷമവുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഇവൻ പറയുന്നുണ്ട്, കിരൺ പറയുകയാണ്, അത് പിന്നെ നിങ്ങളുടെ മകളെ നിങ്ങൾ എന്തോരം ദ്രോഹിച്ചിട്ടുള്ളതാണ്. വേറെ വല്ലവരുമായിരുന്നു എങ്കിൽ, കല്യാണിക്ക് പകരം വേറെ വല്ല മകളുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഈ കിടപ്പിൽ ഇവിടുത്തെ ഡോക്ടർക്ക് കൈക്കൂലി കൊടുത്ത് നിങ്ങളെ എന്തെങ്കിലും ചെയ്യാനൊക്കെ നോക്കിയേനെ, നിങ്ങളുടെ അവസാനിപ്പിക്കാൻ വരെ മറ്റുള്ളവരാണെങ്കിൽ നോക്കിയേനെ എന്നിങ്ങനെ പറയുമ്പോഴും, അത് ശരിയാണ് എൻ്റെ കല്യാണി മോള്, എൻ്റെ മനസ്സിൻ്റെ 100 ഇരട്ടി വലിപ്പമാണ് അവർക്ക് കല്യാണി മോൾക്കുള്ളത്. അല്ലെങ്കിൽ വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ. അതൊക്കെ ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ അതും തിരിച്ചറിയുന്നുണ്ട് കിരൺ മോനെ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രകാശനെ നടത്തി ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ഹോസ്പിറ്റലിൻ്റെ പുറത്ത്. പതുക്കെ ഊന്നുവടിയില്ലാതെ കല്യാണി ഒരു ഭാഗത്ത് പിടിച്ചിട്ട് അവനെ പതുക്കെ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. കല്യാണിക്കും പ്രകാശനും ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുകയാണ്. എന്തായാലും ആ സമയത്ത് തന്നെയായിരിക്കും കിരൺ അവിടേക്ക് എത്തുന്നതും കിരൺ ഈ ഒരു കാര്യം പ്രകാശനോട് പറയുന്നതും. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ വിക്രം പരോളിൽ ഇറങ്ങുകയാണ്. അങ്ങനെ വിക്രം പരോളിൽ ഇറങ്ങുമ്പോൾ വിക്രത്തിൻ്റെ കൂട്ടുകാരന്മാർ തേടി തന്നെയാണ് ആദ്യമായി അവൻ അവിടേക്ക് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരന്മാർ പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ താമസിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ നിന്റെ അച്ഛനൊന്നുമില്ല, അയാളിപ്പോൾ ഹോസ്പിറ്റലിലാണ്, അയാൾ 1.5 കാലം ആയുള്ള അയാൾക്ക് ഇപ്പോൾ എന്തൊക്കെയോ ബുദ്ധിമുട്ട്, ന്യൂമോണിയ എന്തൊക്കെയോ വന്നു. ഇപ്പോൾ അയാളെ നോക്കുന്നതും അയാൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതും ആ കല്യാണിയും നിന്റെ 3 സഹോദരിമാരാണ്. കല്യാണിയോട് അയാൾക്ക് ആദ്യത്തെ ദേഷ്യം കാര്യങ്ങളൊന്നുമില്ല, അയാളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കല്യാണിയെ എന്നൊക്കെ ഇങ്ങനെ കൂട്ടുകാർ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അങ്ങനെയാണോ കാര്യങ്ങൾ? ഞാൻ കുറേയൊക്കെ ജയിലിൽ വന്ന് രാഹുൽ അങ്കിൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും വിശ്വാസത്തിലെടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഈ വയസ്സാങ്കാലത്ത് ഞൊണ്ടി നടക്കുന്ന അച്ഛൻ അവളുടെ കീഴിൽ ജീവിക്കേണ്ട, അങ്ങനെ അവർ സ്നേഹത്തോടി പോവാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞിട്ട് കല്യാണിയും അതുപോലെ കാർത്തികയും കൂടി പ്രകാശിൻ്റെ അരികിൽ നിന്നും കാറിൽ വന്ന് ഇറങ്ങുകയാണ് സ്വന്തം വീട്ടിലേക്ക്, കല്യാണിയുടെ വീട്ടിലേക്ക്. ആ സമയം തന്നെ വിക്രം 2 വീലറിൽ പാഞ്ഞു വരികയാണ്. 2 വീലർ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് കല്യാണിയെ ആ 2 വീലറോട് തട്ടിയിടുന്നുണ്ട്. ഓടിച്ചിങ്ങനെ വന്നിട്ട് അപ്പോൾ കല്യാണി അവിടെ കമന്ന് വീഴുകയാണ്. അതേ സമയത്ത് കല്യാണിയെ പിടിച്ചു മാറ്റാൻ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഓടിയെത്തുകയാണ് കാർത്തികയുടെ തലയ്ക്ക് വലിയൊരു ഇരുമ്പ് വടി, അവൻ്റെ ഷർട്ടിൻ്റെ പുറകിൽ ഒരു ഇരുമ്പ് വടി ഉണ്ടാവും. ആ ഇരുമ്പ് വടി കൊണ്ട് അടിക്കാൻ ഇങ്ങനെ ഓങ്ങുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കാർത്തിക തല കുമ്പിട്ട് കൊടുക്കുകയാണ്. ആ അടി മിസ്സായി പോകുന്നുണ്ട്, അവരൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ വിക്രത്തിനെ തല്ലിച്ചതയ്ക്കാൻ അവിടെ ആരെങ്കിലും ഒക്കെ എത്തും. എന്തായാലും അതെന്താണ്, ആരാണ് എത്താന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത റിവ്യൂവിൽ പറയാം. നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക. എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.